നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഡിസംബർ മാസം വരെയുള്ള ആയില്യം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് ഈ വർഷത്തിൽ ആയില്യം നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ബഹുമാനം ആർജിക്കാനായിട്ട് യോഗമുള്ള വർഷമാണ്. വരുമാനത്തിൽ വർധനവിന് യോഗമുള്ള വർഷമാണ്. ഇപ്പോൾ 12ാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ വ്യാഴപ്പഴമുള്ള സമയമാണ്. അപ്പോൾ 2025 ലാസ്റ്റോടു കൂടിയൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു അവസ്ഥ പറയാൻ പറ്റാത്തൊരു രീതിയിലേക്ക് വന്നിരുന്നു. പിന്നീട് ഇപ്പോൾ 2026 ആദ്യത്തെ സമയങ്ങളിലും ഈ പറഞ്ഞ രീതിയിൽ ജന്മരാമവനേധുകം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. 12ാം വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുന്നൊരു സമയമാണ്. അതേപോലെ തന്നെ ഭാഗ്യസ്ഥാനം തലസപ്രേക്ഷ നിര്യാണകാരകനായിരിക്കുന്ന ശനിയാണ് സഞ്ചരിക്കുന്നത്. അപ്പം ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുമ്പോൾ ഭാഗ്യത്തിന് കുറവ് വരിക എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അഷ്ടമത്തിലെ രാഹു നടുവേദന പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജൂൺ മാസം വരെയുള്ള കാലയളവിൽ നടുവേദന പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുക, പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് അപ്രീതി ഉണ്ടാകുക, അതേപോലെ തന്നെ രോഗാതി ദുരിതങ്ങൾ കൊണ്ട് അവരുടെ വിഷമം കൊണ്ട് നമുക്ക് മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാനിട വരിക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ യോഗമുണ്ട്. ജോലിയിൽ കുറച്ച് പ്രതിസന്ധികളും അഭിവൃദ്ധി കുറവ് പോലെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ ദോഷങ്ങളെല്ലാം ജൂൺ മാസത്തോടു കൂടി അവസാനിക്കും എന്നുള്ളതാണ്. ജൂൺ മാസത്തിൽ വ്യാഴം ജന്മത്തിലേക്ക് വരും. അപ്പോൾ ജന്മത്തിലേക്ക് വ്യാഴം വരുമ്പോൾ 12ാം വ്യാഴത്തേക്കാൾ കൂടുതൽ അനുകൂലം അനുഭവിക്കാനായിട്ട് സാധിക്കും. കാരണം ഭാഗ്യാധിപതിയായിരിക്കുന്ന ശനിയാണ് ജന്മത്തിലേക്ക് വരുന്നത്. അപ്പം ഭാഗ്യാദി അഭിഷ്ട ഭാവേശോപ്യ അശുഭോ ഭാവപുഷ്ടിയിൽ നിന്ന് ഭാഗ്യാധിപതി എവിടെ നിന്നാലും ആ ഭാവത്തിന് ഭാഗ്യത്തെ കൊടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ജൂൺ മാസം മുതൽ ആയില്യം നക്ഷത്രക്കാർക്ക് ഭാഗ്യവർദ്ധനവിനാണ് യോഗമുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് വലിയൊരു തടസ്സങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ മുന്നോട്ട് അതിനുശേഷം പോകാൻ സാധിക്കും. എന്നാൽ പോലും രാഹുവിൻ്റെ ഒരു ദോഷമുള്ള കാരണം നാഗപൂജ എല്ലാ മാസവും മുടങ്ങാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതിൽ ഭാഗ്യവർദ്ധനവിന് വേണ്ടിയിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് മുടക്കമില്ലാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പരിഹാരങ്ങൾ, പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദേശ യാത്രയ്ക്ക് യോഗമുണ്ട്, തറവാട് സ്വത്ത് കിട്ടാനായിട്ട് യോഗമുണ്ട്, തറവാട് ഭൂമിയിൽ വീട് വയ്ക്കാനായിട്ട് യോഗമുണ്ട്. എല്ലാ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന രീതിയിലുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് ഒക്ടോബർ മാസത്തിന് ശേഷം നവംബർ മാസം മുതലാണ് ആ പൂർണ്ണ ഗുണങ്ങൾ തുടങ്ങുന്നത്. നവംബർ ഡിസംബർ മാസങ്ങൾ സാമ്പത്തികമായ നല്ല വർധനവിന്, ഭവന നിർമ്മാണം പോലെയുള്ള ശുഭകർമ്മങ്ങൾ തുടങ്ങാനായിട്ട് ഒക്കെ യോഗമുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ സമയം മുതൽ ആയില്യം നക്ഷത്രക്കാർക്ക് നല്ല ഉയർച്ച, അഭിവൃദ്ധി മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും, സാമ്പത്തികമായിരിക്കുന്ന വർധനവുണ്ടാകും. അപ്പോൾ അതുവരെയുള്ള സമയത്ത് വലിയ പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു അഭിവൃദ്ധി ഇല്ലാതെ കണ്ടിങ്ങനെ നിന്നാലും 2026 ലാസ്റ്റോട് കൂടിയിട്ട് ആയില്യം നക്ഷത്രക്കാർക്ക് നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.